ചെയ്തിട്ട് കുട്ടികളൊന്ന് ഓപ്ഷൻ ഫില്ലിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ഫ്രീക്വൻ്റ് ആയിട്ട് സെയിം ഡൗട്ട്സ് തന്നെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒന്നുമില്ല, അപ്പോൾ 1 by 1 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർക്ക് ഇത് കേൾക്കാം. ഓക്കെ, ഇത് കുട്ടി ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഹയർ ഓപ്ഷൻസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ, അതോ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നമുക്ക് ഫിക്സഡ് ആണോ, കിട്ടാത്ത കുട്ടികൾക്ക് മാത്രമാണോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയാണ് ഈ ഒരു കുട്ടി ചോദിച്ചത്. അപ്പോൾ അതിന് ആൻസർ ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെയും ഫീസ് അടച്ചു കഴിഞ്ഞാൽ, വൺസ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഹയർ ആയിട്ടുള്ള ഓപ്ഷൻസുകൾക്കെല്ലാം നമ്മൾ പരിഗണിക്കും. ജസ്റ്റ് കൺഫർമേഷൻ പേജിൽ കൺഫേം കൊടുത്തിട്ടവരൊക്കെ പരിഗണിക്കും. റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. റീഅറേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമുക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് ഡിലീറ്റ് ചെയ്യാത്തോടത്തോളം കാലം, നമുക്കത് വേണമെന്ന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്തോളം കാലം നമുക്ക് എല്ലാ ഹയർ ഓപ്ഷൻസുകളും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഗവൺമെൻറ് കോളേജസിന് എത്ര അലോട്ട്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് കോളേജസിന് ബേസിക്കലി 4 അലോട്ട്മെൻറ്റാണ് ജനറൽ അലോട്ട്മെൻ്റ് ആയിട്ട് വരാറ്. അപ്പോൾ 4 അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് കോളേജസിനുണ്ട്. പക്ഷേ പ്രൈവറ്റ് കോളേജസുകൾക്ക് 3 അലോട്ട്മെൻറ്റ് വരെയുള്ളൂ. ഓക്കെ, അതിനുശേഷം വല്ല വേക്കൻസി വന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് കോളേജസ് തന്നെയാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് സ്പോട്ട് അലോട്ട്മെൻറ്റ്? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജസിൽ 4 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും ഏതെങ്കിലും കുട്ടി ജോയിൻ ചെയ്യാതിരിക്കുകയോ അതോ ജോയിൻ ചെയ്ത് കുട്ടി ഹയറായിട്ട് SPA NIT മുതലായ കോളേജസിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴിയാണ് സാധാരണ ഫില്ല് ചെയ്യാറ്. അതായത് ഒരു സ്പെസിഫിക് ഡേറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം അപ്ലൈ ചെയ്യാമെന്ന് പറയും, അല്ലെങ്കിൽ ഡയറക്റ്റ് കോളേജിലേക്ക് വരാൻ പറയും. എന്നിട്ട് ആ വന്ന കുട്ടികളെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് നടത്തും. അതിനാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ടു മൂവ് ടു അനദർ കോളേജ് ത്രൂ സെക്കൻഡ് അലോട്ട്മെൻറ്റ്? ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. അതായത് നമ്മൾ ഫീസ് അടച്ച് കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ഓപ്ഷൻസ് ഉള്ള കോളേജസിലേക്കൊക്കെ പോകാൻ പറ്റും. ഓക്കെ, വെദർ വി ഹാവ് ടു പേ ഫീ ഫോർ കൺസിഡറിങ് ഇൻ ഹയർ അലോട്ട്മെൻറ്റ്? ഫീസ് അടയ്ക്കുന്നത് വളരെ നിർബന്ധമാണ്. ഫീസ് അടച്ച് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് വേണ്ടാന്ന് വെച്ചു, നമ്മൾ ആ സീറ്റ് വേണ്ടാന്ന് വെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, എഞ്ചിനീയറിങ്ങിന് ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇപ്പോൾ ആർക്കിടെക്ചർ നമുക്ക് താല്പര്യമുള്ളൂ, അപ്പോൾ ആർക്കിടെക്ചറിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഫീസ് അടച്ചിടണമെന്ന്. ഫീസ് അടച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിങ്ങിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് കിട്ടിയെന്ന് വെച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യാതെ വേണ്ടിയിട്ട് ഫീസ് അടച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ആർക്കിടെക്ചറിൽ കിട്ടിയാലും ആ ഫീസ് ആർക്കിടെക്ചറിൽ കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടുകയാണെങ്കിൽ റീഫണ്ട് കിട്ടും, നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല. ഫീസ് അടച്ചില്ലെങ്കിലും ആർക്കിടെക്ചറിന് മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫീസ് അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ഒഫീഷ്യലായിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ ലെറ്ററിലൊന്നും എഴുതി തന്നിട്ടുള്ള കാര്യങ്ങളല്ല, ജസ്റ്റ് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ അത് കൺഫേം ചെയ്യാം. ആർക്കെങ്കിലും എഞ്ചിനീയറിംഗ് കിട്ടിയിട്ടുണ്ട്, ഫീസ് ഇപ്പോൾ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചറിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. പക്ഷേ ഫീസ് അടച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഫീസ് അടയ്ക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഒരു ആഡ് ഓൺ പോയിൻ്റ് ആയിട്ട് പറയാണ്, നമ്മൾ എന്തായാലും കൺഫേം ചെയ്യണം. ഏത് അലോട്ട്മെൻറ്റിൽ കിട്ടിയാലും കൺഫേം ചെയ്താൽ മാത്രമേ ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗട്ട്സ്. പിന്നെ ഓർഡറിനെ പറ്റി കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയാം, ഫസ്റ്റ് ഓപ്ഷൻ CET, സെക്കൻഡ് TKM, തേർഡ് തൃശ്ശൂരിലെ കുട്ടികളാണെങ്കിൽ GC തൃശ്ശൂർ, തൃശ്ശൂരിന് പുറത്തുള്ള കുട്ടികളാണെങ്കിൽ RIT കോട്ടയം. ഇതാണ് നമ്മൾ നോർമലായിട്ടുള്ള നല്ല കോളേജിൻ്റെ ഓർഡർ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പ്രൈവറ്റ് കോളേജസ് നോക്കുമ്പോൾ ഞാൻ ഓർഡർ ഓൾറെഡി മുമ്പത്തെ വീഡിയോൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഓർഡറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ സെലക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ക്ലാസ്സസ് നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഇതൊക്കെ അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്. JEE ടോപ്പ് നമ്മളുടെ വന്നിട്ടുള്ളത്. നമ്മളോട് നാറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ കൺവേർഷൻ റേറ്റ് വളരെ ഹൈ ആണ്. ഇൻഡിവിജ്വൽ കെയർ ആണ്. എല്ലാവർക്കും എന്നോട് സംസാരിക്കാനും ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഞാൻ അവരോട് സംസാരിച്ച് അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ കെയറോടുകൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാവരും അറിയിക്കാം. നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ച് 25 സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ചിൽ. അതിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 25,000 ആണ് നമ്മുടെ ഫീസ്. വളരെ വൃത്തിയാണ്. 25,000-ന് നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും. അടുത്ത തവണ JEE-ലോ ഗവൺമെൻറ് കോളേജസിലോ സീറ്റ് കിട്ടും. അപ്പോൾ അതിന് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിന് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.